ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ലൈൻ ഡ്രോയിങ് അൽഗോരിതം. ലൈൻ ഡ്രോയിങ് അൽഗോരിതത്തിൽ തന്നെ 2 ടൈപ്സ് ഉണ്ട്. ഒന്ന് DDA അൽഗോരിതം, മറ്റൊന്ന് ബ്രസൽഹാംസ് ലൈൻ ഡ്രോയിങ് അൽഗോരിതം. സോ അതിൻ്റെ അകത്ത് DDA അൽഗോരിതമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, DDA അൽഗോരിതം മീൻസ് ഡിജിറ്റൽ ഡിഫറൻഷ്യൽ അനലൈസർ അൽഗോരിതം. ഓക്കെ, സോ ഇവിടെ എന്തിനാണ് ഈ അൽഗോരിതം യൂസ് ചെയ്യുന്നത്? അതായത് ഈ അൽഗോരിതം ബേസ് ചെയ്തിട്ട് നമ്മളൊരു ലൈൻ ഡ്രോ ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ലൈൻ ഡ്രോയിങ് അൽഗോരിതം. ഒരു ലൈൻ ഡ്രോ ചെയ്യാനൊരു അൽഗോരിതമാണ് DDA അൽഗോരിതം എന്ന് പറയുന്നത്, വിച്ച് യൂസസ് കാർട്ടീഷ്യൻ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഇക്വേഷൻ ഓഫ് സ്ട്രേറ്റ് ലൈൻ്റെ കാർട്ടീഷ്യൻ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് ഈ ലൈൻ ഡ്രോയിങ് അൽഗോരിതം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ എന്താണ് കാർട്ടീഷ്യൻ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഇക്വേഷൻ? ഓൾറെഡി നമ്മൾ ഹയർ സെക്കൻഡറി ക്ലാസ്സിൽ നമ്മൾ മാത്സിൽ പഠിച്ചതാണ്, അതായത് ലൈൻ ഇക്വേഷൻ എന്താണെന്നുള്ളത്. ഓക്കെ, സോ line drawing is accomplished by calculating intermediate point coordinates along the line path between two given end points. നമ്മൾ പണ്ടൊക്കെ നമ്മൾ എങ്ങനെയാണ് ലൈൻ വരക്കും? അതായത് നമുക്കിപ്പോൾ ഒരു ലൈൻ പ്ലോട്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു 2 എൻഡ് പോയിൻറ്റ്സ്, സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡിങ് പോയിൻറ്റും തരുക. സോ ആ 2 എൻഡ് പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്തിട്ട് നമ്മൾ ലൈൻ വരക്കും. സോ ആ 2 എൻഡ് പോയിൻറ്റ്സിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സിനെ നമുക്ക് ഈ ലൈൻ ഡ്രോയിങ് DDA വെച്ചിട്ട് നമ്മൾ ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, DDA അൽഗോരിതം വെച്ചിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അതായത് നമ്മളെ കയ്യിൽ 2 എൻഡ് പോയിൻറ്റ്സ് ഉണ്ട്. അതായത് സ്റ്റാർട്ടിംഗ് പോയിൻറ്റും, ഇതിപ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആണെങ്കിൽ ഇതൊരു സ്റ്റാർട്ടിംഗ് പോയിൻറ്റും ഇതൊരു എൻഡിങ് പോയിൻറ്റും. ഓക്കെ, അതായത് ഇപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് x0 y0 ആണ്, എൻഡിങ് പോയിൻറ്റ് xn yn ആണ്. ഓക്കെ, ജസ്റ്റ് അസ്യൂം ദാറ്റ്. സോ നമ്മൾ എന്ത് ചെയ്യും? ഈ 2 പോയിൻറ്റിനെ ജോയിൻ ചെയ്തിട്ടാണ് നമ്മളൊരു ലൈൻ ഡ്രോ ചെയ്യുന്നത്. സോ നമ്മൾ DDA അൽഗോരിതം നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്സും എൻഡിങ് പോയിൻറ്റ്, ദാറ്റ് ഈസ് x0 y0 തന്നിട്ടുണ്ട്, ദെൻ x മാക്സും y മാക്സും തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് എന്താ വേണ്ടത്? സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡിങ് പോയിൻറ്റും കിട്ടി. ഇനി നമുക്ക് ഈ ഇൻ്റർമീഡിയറ്റ് പോയിൻറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഈ ഇൻ്റർമീഡിയറ്റ് പോയിൻറ്റ്സ് ആണ് നമ്മൾ DDA അൽഗോരിതം യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇത് രണ്ടും 2 പോയിൻറ്റ്സ് ആണെങ്കിൽ നമുക്കറിയാം ഇത് സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്, ഇത് എൻഡിങ് പോയിൻറ്റ്, ഇതിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്യും? പോയിൻറ്റ്സ് ഉണ്ടാവും അല്ലേ? ആ പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ലൈൻ ഡ്രോ ചെയ്യുന്നത്. സോ ആ ഇൻ്റർമീഡിയറ്റ് പോയിൻറ്റ്സ് എന്താണ് അത് കാൽക്കുലേറ്റ് ചെയ്യാണ് DDA അൽഗോരിതം യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത് ഇവിടെ. ഓക്കെ, നമുക്ക് നോക്കാം. സോ അതിൻ്റെ കാൽക്കുലേറ്ററിൻ്റെ ഇക്വേഷനും അൽഗോരിതം ഒക്കെയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഓക്കെ, what's the disadvantages of DDA algorithm? The disadvantages of DDA algorithm is the use of round of operation. ഇവിടെ നമ്മൾ റൗണ്ട് ഓഫ് ഓപ്പറേഷൻ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ റൗണ്ട് ഓഫ് എറേഴ്സ് യൂസ് ചെയ്യുന്നു. അതായത് ഇതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജസ്. ഓക്കെ, ഈ റൗണ്ട് ഓഫ് ഓപ്പറേഷൻസ് നമുക്ക് ഓൾറെഡി അറിയാം. ഇപ്പോൾ നമുക്ക് 3.5 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ അതിന് റൗണ്ട് ആയിട്ട് എത്രയും 4 ആക്കും അല്ലേ? അതുപോലെ 3.3 തന്നിട്ട് നമ്മൾ അതിന് റൗണ്ട് ആയിട്ട് 3 ആക്കും. അതാണ് ഇവിടെ റൗണ്ട് ഓഫ് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഇതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് DDA ബേസിക് കൺസെപ്റ്റ്സ് നോക്കുന്നത്. ഓക്കെ, ദ കാർട്ടീഷ്യൻ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഇക്വേഷൻ ഫോർ എ സ്ട്രേറ്റ് ലൈൻ. യെസ്, നമ്മൾ പണ്ട് മാത്സിൽ പഠിച്ചതാണ് ഈ ഇക്വേഷൻ, സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഇക്വേഷൻ ഫോർ എ സ്ട്രേറ്റ് ലൈൻ. ഓൾറെഡി ഐ തിങ്ക് നമ്മൾ ഹയർ സെക്കൻഡറി +1 പഠിക്കുന്നുണ്ട്, y = mx + b എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷനെ ബേസ് ആയത് കാർട്ടീഷ്യൻ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ലൈൻ ഡ്രോയിങ് അൽഗോരിതം ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, സോ നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത് y = mx + b എന്നുള്ളതാണ്. ഓക്കെ, ഇത് ഓൾറെഡി നമ്മൾ പഠിച്ച. സോ അതിനെക്കുറിച്ചിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഓക്കെ, നമുക്ക് ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ അൽഗോരിതത്തിൻ്റെ ബേസ്. ഓക്കെ, ഇതിനകത്തിലെ m എന്ന് പറയുന്നത് എന്താണ്? m റെപ്രസെൻറ്റ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈനിൻ്റെ സ്ലോപ്പിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? m റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, b എന്ന് പറയുന്നത് b ഈസ് ദ y ഇൻ്റർസെപ്റ്റ്. b എന്ന് പറയുന്നത് y ഇൻ്റർസെപ്റ്റ് ആണ്. ഓക്കെ, ദെൻ ഗിവൺ ദ 2 end points of a line segment are specified at positions x1 y1 and x2 y2. നമുക്ക് 2 end points തന്നിട്ടുണ്ട്. ഫസ്റ്റ് എൻഡ് പോയിൻ്റ് തന്നെ x1 y1 ആണ്. യെസ്, ഇതൊരു കോർഡിനേറ്റ് ആണ്. നമുക്കിവിടെ ഒരു 2 കോർഡിനേറ്റ്സ്, x കോർഡിനേറ്റ് y കോർഡിനേറ്റ് തന്നെ കോർഡിനേറ്റ് തന്നിട്ടുണ്ട്. സോ അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് തന്നിട്ട്, സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് നമുക്ക് നോക്കിയാൽ അറിയാം x1 ഉം y1 ആണ് സ്റ്റാർട്ടിംഗ് പോയിൻറ്റും.
എൻഡിങ് പോയിൻറ്റോ x2 y2 ആണ് എൻഡിങ് പോയിൻറ്റ്. ഓക്കെ, സോ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് DDA അൽഗോരിതം വെച്ചിട്ട് ഈ x1ൻ്റെയും y1ൻ്റെയും x2ൻ്റെയും y2ൻ്റെയും. സോ ഇതിനെ ജോയിൻ ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, സോ നമുക്കൊരു ഒരു സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡിങ് പോയിൻറ്റും നമുക്ക് കിട്ടിയാൽ നമ്മൾ എന്ത് വേണം, അതിൻ്റെ അത് നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കണം. സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷനാണ് y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. ഓക്കെ, സ്ലോപ്പിൻ്റെ ഇക്വേഷൻസൊക്കെ നമ്മൾ പണ്ട് പഠിച്ചതാണ്. ഓക്കെ, സോ നമുക്ക് ഇനി സ്ലോപ്പ് കാണണം. സ്ലോപ്പിൻ്റെ ഇക്വേഷൻ ആണ് y2 മൈനസ് y1 ഡിവൈഡ് ബൈ x2 മൈനസ് x1 ആണ്. ഓക്കെ, ഇതിൻ്റെ മെയിൻ ഫോർമുല എന്ന് പറയുന്നത് y is equal to mx പ്ലസ് b എന്നുള്ള ലൈൻ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് ലൈൻ ഇക്വേഷൻസാണ് നമ്മൾ ഈ DDA അൽഗോരിതത്തിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിനകത്ത് m എന്ന് പറയുന്നത് എന്താണ്, ഒരു ലൈനിൻ്റെ സ്ലോപ്പിനാണ് m എന്ന് പറയുന്നത്. b എന്ന് പറയുന്നത് y ഇൻ്റർസെപ്റ്റാണ്. ഓക്കെ, നമുക്ക് എന്താ തരുക, നമുക്കൊരു സ്റ്റാർട്ടിംഗ് പോയിൻറ്റും ഒരു എൻഡിങ് പോയിൻറ്റും തരും. സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് ഇവിടെ തന്നിരിക്കുക x1 y1 ആണ്, എൻഡിങ് പോയിൻറ്റ് x2 y2. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്ലോപ്പ് കാണാൻ വേണ്ടി പറ്റും. സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 ആണ്. അതായത് ഡെൽറ്റ y ഡിവൈഡ് ബൈ ഡെൽറ്റ x ആണ്. ഓക്കെ, ഇനി നമുക്ക് കാണേണ്ടത് ഈ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് എൻഡിങ് പോയിൻറ്റിന് ബിറ്റ്വീൻ ആയിട്ടുള്ള ലൈനാണ് നമുക്ക് കാണേണ്ടത്. സോ അതിനുള്ള ഇക്വേഷൻസ് നമുക്ക് നോക്കാം. ഇവിടെ 3 കേസസ് നമുക്ക് ദർ ആർ 3 കേസസ് ബേസ്ഡ് ഓൺ ദ വാല്യൂ ഓഫ് m. നമ്മൾ പറഞ്ഞു സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡിങ് പോയിൻറ്റും നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, സ്ലോപ്പ് കാണാൻ പറ്റും. m എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് കാണാൻ വേണ്ടി പറ്റും. സോ നമുക്ക് ആ സ്ലോപ്പിനായി നമ്മൾ കണ്ടുപിടിച്ച ഈ എമ്മിൻ്റെ ബേസ് ആയിട്ടാണ് 3 കേസസ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ there are 3 cases based on the value of m. In case 1 എന്താ, if m less than 1 ആണെങ്കിൽ, mൻ്റെ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ x ചേഞ്ചസ് വിത്ത് യൂണിറ്റ് ഇൻ്റർവെൽ. x എന്ത് ചെയ്യും, യൂണിറ്റ് ഇൻ്റർവെല്ലിൽ ചേഞ്ച് ചെയ്യും. x ചേഞ്ചസ് വിത്ത് യൂണിറ്റ് ഇൻ്റർവെൽ മീൻസ് എന്താണ്, ഇപ്പം നമുക്ക് xk+1, അതായത് ഇപ്പം നിങ്ങൾക്ക് x1 എന്നുള്ള പോയിൻറ്റാണ് തന്നിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ദെൻ x2 എന്ന് പറഞ്ഞ പോയിൻറ്റ് എന്തായിരിക്കും, x1 പ്ലസ് 1 ആയിരിക്കും. ഓക്കെ, ഇതിപ്പോൾ ഇനി x3 എന്നുള്ള പോയിൻറ്റോ x2 പ്ലസ് 1. ഓക്കെ, അതാ പറഞ്ഞത് എക്സ് ചേഞ്ചസ് ഇൻ യൂണിറ്റ് ഇൻ്റർവെൽ. ഇവിടെ എക്സിൻ്റെ കേസ് എക്സ് യൂണിറ്റ് ഇൻ്റർവെല്ലിലായിരിക്കും ചേഞ്ച് ചെയ്യുന്നുണ്ടാവും. അതിൻ്റെ xk+1 ഈസ് ഈക്വൽ ടു xk+1. ഓക്കെ, അതായത് എനിക്ക് x1 തന്നിട്ടുള്ളതെങ്കിൽ x2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും x1+1, x2 എന്ന് പറഞ്ഞാൽ എന്താണ്, ദെൻ x3 എന്നായിരിക്കും x2+1, അങ്ങനെ. ഓക്കെ, സോ എക്സ് ഇവിടെ ചേഞ്ച് ചെയ്യുന്നത് യൂണിറ്റ് ഇൻ്റർവെല്ലാണ്. ദെൻ സെക്കൻഡ് വൈ ചേഞ്ചസ് വിത്ത് ഡീവിയേഷൻ. വൈ ഡീവിയേഷൻ വെച്ചിട്ടാണ് ചേഞ്ച് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എമ്മിൻ്റെ ബേസ് ആയിട്ട്, അതായത് സ്ലോപ്പിൻ്റെ ബേസ് ആയിട്ടായിരിക്കും വൈ ചേഞ്ച് ചെയ്യുക. yk+1 എന്നാണ്, yk+1 ഈസ് ഈക്വൽ ടു yk+m ആയിരിക്കും. yk+1 മീൻസ് നമുക്കിപ്പം നമുക്കിപ്പം y1 തന്നിട്ടുണ്ടെങ്കിൽ y2 കാണാൻ ഇക്വേഷൻ എന്തായിരിക്കും, y1 പ്ലസ് എന്താണ് m. ഓക്കെ, ദാറ്റ് ഈസ് നമ്മളിപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം xk+1 എന്ന് പറയുന്നത് എന്താ, ഇതാ എമ്മിൻ്റെ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ എക്സ് യൂണിറ്റ് ഇൻ്റർവെൽ വെച്ചിട്ട് ചേഞ്ച് ചെയ്യുക. ദാറ്റ് ഈസ് നമുക്കിപ്പം x1 നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, x1 എന്തെങ്കിലും ഒരു വാല്യൂ ഇപ്പം 2 എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ x2 എന്ന് പറയുന്നത് എന്തായിരിക്കും, 2+1 ദാറ്റ് ഈസ് 3 ആയിരിക്കും. x3 എന്ന് പറയുന്നത് എന്തായിരിക്കും, 3+1 ദാറ്റ് ഈസ് 4 ആയിരിക്കും. ഓക്കെ, അങ്ങനെ x4 എത്രയാണ് അതിൻ്റെ എൻഡ് പോയിൻറ്റ്, ആ എൻഡ് പോയിൻറ്റ് വരെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. x4 എന്ന് പറഞ്ഞാൽ 4+1 5 ആയിരിക്കും. ഓക്കെ, സോ ഇതാ പറയുന്നത് എക്സ് എമ്മിൻ്റെ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ എക്സ് യൂണിറ്റ് ഇൻ്റർവെല്ലിലായിരിക്കും ചേഞ്ച് ചെയ്യാം. ഓക്കെ, ദെൻ അങ്ങനെ വൈ എന്തിൻ്റെ ബേസിലാണ് ചേഞ്ച് ചെയ്യാം, യെസ്, ദെൻ വൈ ചേഞ്ചസ് വിത്ത് ഡീവിയേഷൻ. വൈ ഡീവിയേഷൻ്റെ ബേസ് ആയിട്ടേക്കും ചേഞ്ച് ചെയ്യുക. ദാറ്റ് ഈസ് yk+1 ഈസ് ഈക്വൽ ടു yk+m ആയിരിക്കും. ദാറ്റ് ഈസ് ഇപ്പോൾ y1 നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഓക്കെ, y1 ഈസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഈ എമ്മിൻ്റെ വാല്യൂ നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ ലെസ് ദാൻ 1.5 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ y2 എന്ന് പറയുന്നത് എന്തായിരിക്കും, y2 എന്ന് പറയുന്നത് y1 എന്ന് പറയുന്നത് എത്രയാണ്, ദാറ്റ് ഈസ് 2 + 0.5 ആയിരിക്കും. 2 + 2.5 ആയിരിക്കും. സോ 2.5 നമ്മൾ റൗണ്ട് ചെയ്തിട്ട് 3 ആക്കും. ദെൻ y3 എന്ന് പറയുന്നത് എന്തായിരിക്കും, y3 എന്ന് പറയുന്നത് 3 + y2ൻ്റെ വാല്യൂ പ്ലസ് നമ്മളെ m 0.5, ദാറ്റ് ഈസ് 3.5 ആയിരിക്കും നമുക്ക് y3 കിട്ടുക.
സോ ഇങ്ങനെ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ന്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് വൈ കെ പ്ലസ് വണ്ണും എക്സ് കെ പ്ലസ് വണ്ണും വൈ കെ പ്ലസ് വൺ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് എക്സ് കെ പ്ലസ് വണ്ണിൻ്റെ വാല്യൂ മീൻസ് ഇക്വേഷൻ എന്താണ്? എക്സ് കെ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു എക്സ് കെ പ്ലസ് വൺ ആണ്. അതായത് എമ്മിൻ്റെ വാല്യൂ ലെസ് ദാൻ വൺ ആകുമ്പം എക്സ് വൺ വെച്ചിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യുക. സോ എക്സിൻ്റെ നെക്സ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എക്സ് കെ പ്ലസ് വൺ. ഓക്കെ, ഇവിടെ നമ്മൾ എക്സ് കെ പ്ലസ് വൺ എന്ന് പറയുന്നത് ഇപ്പം എക്സ് വൺ നമുക്ക് തന്നില്ല, നമുക്ക് എന്തെങ്കിലും എക്സ് ടു കണ്ടുപിടിക്കണം, എക്സ് ത്രീ കണ്ടുപിടിക്കണം. അതായത് എക്സ് കെ പ്ലസ് വൺ എന്ന് പറയുന്നത് ഈ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ എക്സ് കെ പ്ലസ് വണ്ണിന് നമുക്ക് വാല്യൂ, അതായത് നെക്സ്റ്റ് എക്സ് വാല്യൂ എന്ന് പറയുന്നത് എക്സ് കെ പ്ലസ് വൺ ആണ്. വൈ കെ പ്ലസ് വണ്ണിൻ്റെ വാല്യൂ എന്തായിരിക്കും? വൈ കെ പ്ലസ് എം ആയിരിക്കും. ഓക്കെ, അതായത് ന്യൂ പോയിൻറ്റ്സ് ആണ് എക്സ് കെ പ്ലസ് വണ്ണും കോമ വൈ കെ പ്ലസ് എമ്മും. ഇത് ഏതിൻ്റെ കേസാണ് പറയുന്നത്? എമ്മിൻ്റെ വാല്യൂ ലെസ് ദാൻ വൺ ആയ കേസാണ് ഇപ്പം പറഞ്ഞത്. ഓക്കെ, ദെൻ കേസ് 2 എന്ന് പറയുന്നത് എം ഗ്രേറ്റർ ദാൻ 1. നേരത്തെ നമ്മൾ കേസ് 1 എം ലെസ് ദാൻ 1 കണ്ടു. ഇനി എം ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ദെൻ എന്തായിരിക്കും? എക്സ് ചേഞ്ചസ് വിത്ത് ഡീവിയേഷൻ. ഇവിടെ എക്സ് ഡീവിയേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും ചെയ്യുക. ദാറ്റ് ഈസ് എക്സ് ചേഞ്ചസ് അക്കോർഡിംഗ് ടു ദ സ്ലോപ്പ്. ഓക്കെ, സോ എക്സ് കെ പ്ലസ് വൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് കെ പ്ലസ് 1/m ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പം എക്സിൻ്റെ എമ്മിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുമ്പോൾ 2 ആണെന്ന് വിചാരിക്കുക എമ്മിൻ്റെ വാല്യൂ. ഓക്കെ, സോ നമുക്ക് x1 എന്ന് പറയുന്നത് 2 തന്നിട്ടുണ്ട്. എഗെയിൻ ജസ്റ്റ് എസ്യൂം ദാറ്റ്. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുക? ഇനി നമുക്ക് എന്താ കിട്ടേണ്ടത്? അപ് ടു നമുക്ക് x6 വരെ കാണേണ്ടത് വയ്ക്കും. ഓക്കെ, സോ നമ്മൾ x2 എന്ന് പറയുന്നത് എന്തായിരിക്കും? x2 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് x2 മീൻസ് എക്സ് കെ പ്ലസ് 1 ആണ്. x2 ഈസ് ഈക്വൽ ടു x1 പ്ലസ് ദാറ്റ് ഈസ് 2 പ്ലസ് 1/m. 1/m മീൻസ് 1/2. ദാറ്റ് ഈസ് 2 പ്ലസ് 0.5 ആയിരിക്കും. ദാറ്റ് ഈസ് 2.5 കിട്ടും നമുക്ക്. 2.5 വി റൗണ്ട് ഇറ്റ് ആസ് 3. ഓക്കെ, ഇനി ഇൻ കേസ് നമുക്ക് എന്ത് ചെയ്യണം? ഇനി നമുക്കെന്ത് x3 കണ്ടുപിടിക്കണം. അപ് ടു x6 വരെ നമുക്കുണ്ട്. എൻഡ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ മീൻസ് നമുക്ക് സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് x1 x1 y1 തന്നിട്ടുണ്ട്. എൻഡിങ് പോയിൻറ്റ് x6 y6 വരെ തന്നിട്ടുണ്ട്. സോ നമുക്ക് എത്ര വരെ കണ്ടുപിടിക്കേണ്ട പോയിൻറ്റ്സ്? അപ് ടു x5 വരെ കണ്ടുപിടിക്കേണ്ടത്. കാരണം നമുക്കൊന്ന് x6 നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇനി നമുക്കൊന്ന് x3 ഈസ് ഈക്വൽ ടു എന്ത് വരും? വൈ കെ പ്ലസ് 1 ഈസ് സോറി ദെൻ x2 എന്തായിരിക്കും? ഇപ്പോൾ x2ൻ്റെ വാല്യൂ 3 അല്ലേ? അപ്പോൾ 3 പ്ലസ് 1/m എന്ന് പറയുമ്പോൾ 1/2 തന്നെ ആയിരിക്കും. സോ 3.5 കിട്ടും. സോ നമ്മളതിന് റൗണ്ട് ആയിട്ട് 4 ആക്കും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. എപ്പോഴും എമ്മിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയ കേസിൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൈ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നത്? വൈ ചേഞ്ചസ് വിത്ത് യൂണിറ്റ് ഇൻ്റർവെൽ. വൈ എന്ന യൂണിറ്റ് ഇൻ്റർവെല്ലിൽ ചേഞ്ച് ചെയ്യും. ഓരോ ഇൻക്രിമെൻറ്റ് ചെയ്യും. അതായത് ഓരോ ഐട്രേഷനും വൈ എന്ത് ചെയ്യും? 1 വെച്ചിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് നമുക്കിവിടെ തന്നിട്ടുണ്ട് x1 എന്ന് പറയുന്നത് 1ഉം y1 എന്ന് പറഞ്ഞാൽ എഗെയിൻ 1 എന്നിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സോ y2 എന്തായിരിക്കും വരിക? y2 എന്ന് പറയുന്നത് 2 ആയിരിക്കും. y3 എന്ന് പറയുന്നത് 3 ആയിരിക്കും. സോ അങ്ങനെ 1 വെച്ചിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ന്യൂ പോയിൻറ്റ്സ് എന്തൊക്കെയായിരിക്കും? എക്സ് കെ പ്ലസ് 1, അതായത് എം ഗ്രേറ്റർ ദാൻ 1 ആകുന്ന കേസാണെങ്കിൽ എക്സ് കെ പ്ലസ് 1 കോമ വൈ കെ പ്ലസ് 1 എന്ന് പറഞ്ഞ പോയിൻറ്റ്സ് എന്തായിരിക്കും? എക്സിൻ്റെ വാല്യൂ എങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത്? എക്സ് ചേഞ്ചസ് വിത്ത് ഡീവിയേഷനാണ്. സോ അതിൻ്റെ ഇക്വേഷൻ എന്താണ്? എക്സ് കെ പ്ലസ് 1/m ആയിരിക്കും. കോമ വൈയോ വൈ ചേഞ്ചസ് വിത്ത് യൂണിറ്റ് ഇൻ്റർവെൽ. സോ വൈൻ്റെ വാല്യൂ നിൽക്കും വൈ കെ പ്ലസ് 1 ആയിരിക്കും വൈൻ്റെ വാല്യൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ എം ഈക്വൽ ടു 1, അതായത് എമ്മിൻ്റെ വാല്യൂ ഈക്വൽ ടു 1 ആയാൽ എക്സ് ഇവിടെ നിന്ന് എക്സ് യൂണിറ്റ് ഇൻ്റർവെല്ലിൽ ചേഞ്ച് ചെയ്യും. അതുപോലെ തന്നെ കറസ്പോണ്ടിങ് വൈയും യൂണിറ്റ് ഇൻ്റർവെല്ലിൽ ചേഞ്ച് ചെയ്യും. ഓക്കെ, സോ ന്യൂ പോയിന്റ് എന്ന് പറയുന്നത് എക്സ് കെ പ്ലസ് 1ഉം വൈ കെ പ്ലസ് 1ഉം എന്നാണ്? എക്സ് കെ പ്ലസ് 1 എന്ന് പറയുന്നത് എക്സ് കെ പ്ലസ് 1ഉം വൈ കെ പ്ലസ് 1 എന്ന് പറയുന്നത് വൈ കെ പ്ലസ് 1ഉം ആയിരിക്കും. അതായത് ഇൻ കേസ് എക്സ് ഇസ് ഈക്വൽ ടു, അതായത് എക്സ് നോട്ട് എന്ന് പറയുന്നത് 1ഉം വൈ നോട്ട് എന്ന് പറയുന്നത് 1 എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് x6 എന്ന് പറയുന്നത് 6ഉം y6 എന്ന് പറയുന്നത് 6 എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. സോ നമുക്കെന്നാൽ ഇതാണ് നമുക്കുള്ള 2 എൻഡ് പോയിൻറ്റ്സ് എങ്കിൽ സോ ഇതിന് ബിറ്റ്വീനുള്ള പോയിൻറ്റ്സ് നമുക്ക് കാണുന്നുണ്ട്. ഓക്കെ, സോ നമുക്കെന്താ ഫസ്റ്റ് x1 ടു x5 വരെ കാണണം. അതുപോലെ y1 ടു y5 വരെ വേണം. സോ x1 എന്ന് പറയുന്നത് എന്തായിരിക്കും?
2ഉം y1 എന്ന് പറയുന്നത് എന്തായിരിക്കും y1ഉം 1 വെച്ചിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യുക x0 1 ആണ് സോ x1 എന്ന് പറഞ്ഞാൽ 1 + 1 2 ആവും സോ y0 എന്ന് പറഞ്ഞാൽ അഗെയിൻ 1 ആണ് സോ y1 അതായത് y + 1 എന്ന് പറയുന്നത് yk + 1 എന്ന് പറയുന്നത് എന്താ മീൻ ചെയ്യുന്നത് ഇപ്പം നമുക്ക് സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് y0 തന്നിട്ടുണ്ട് സോ yk + 1 എന്ന് പറയുമ്പം kൻ്റെ വാല്യൂ ഇവിടെ 0 ആണ് സോ yk + 1 0 + 1 അങ്ങനെ നമുക്ക് y1 എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നത് ഓക്കെ y1 എന്ന് പറയുന്നത് എന്താണ് y0ൻ്റെ വാല്യൂ 1 ആണെങ്കിൽ y1ൻ്റെ വാല്യൂ 2 ആയിരിക്കും 1 + 1 ദെൻ y2ൻ്റെ വാല്യൂ x2ൻ്റെ വാല്യൂ എന്തായിരിക്കും x2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3 ആയിരിക്കും y2ൻ്റെ വാല്യൂ 3 ആയിരിക്കും കാരണം എല്ലാം യൂണിറ്റ് ഇൻ്റർവെൽ വെച്ചിട്ടായിരിക്കും എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത് ഓക്കെ ക്ലിയർ ആയില്ലേ ഇനി നമുക്ക് DDA അൽഗോരിതം ആയിട്ട് എങ്ങനെ നമുക്കൊരു അൽഗോരിതം ഫോം ചെയ്ത് വെച്ചിട്ട് ഇതാണ് ഇക്വേഷൻസ് ഈ ഇക്വേഷൻസ് എല്ലാം യൂസ് ചെയ്യുന്നത് ഈ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു ഒരു അൽഗോരിതം ഫോം ചെയ്യുന്നു ഓക്കെ ഫസ്റ്റ് സ്റ്റെപ്പ് 1 റീഡ് ദ എൻഡ് പോയിൻറ്റ്സ് ഓഫ് ലൈൻ ആൻഡ് സ്റ്റോർ ദം ഇൻ x1 y1 ആൻഡ് x2 y2 ഓക്കെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക അതിൻ്റെ രണ്ട് എൻഡ് പോയിൻറ്റ്സിനെ റീഡ് ചെയ്യുക എന്നിട്ട് അതിനെ സ്റ്റോർ ചെയ്യാം x1 y1ലും x2 y2ലേക്ക് നമ്മൾ ജസ്റ്റ് അതിനെ സ്റ്റോർ ചെയ്യാം സോ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ x1 y1ഉം എൻഡിങ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ x2 y2 ആണ് ഓക്കെ ദെൻ സ്റ്റെപ്പ് 2 കാൽക്കുലേറ്റ് സ്ലോപ്പ് m നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് തന്നെ ഫസ്റ്റ് നമുക്ക് രണ്ട് എൻഡ് പോയിൻറ്റ്സ് തരും ദെൻ ആ എൻഡ് പോയിൻറ്റ്സ് നമ്മൾ അവിടെ സ്റ്റോർ ചെയ്തു അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും എമ്മിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ട എമ്മിൻ്റെ വാല്യൂ സ്ലോപ്പ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1 ദാറ്റ് ഈസ് Δy ഡിവൈഡ് ബൈ Δx ആയിരിക്കും ഓക്കെ നെക്സ്റ്റ് തേർഡ് സ്റ്റെപ്പ് എന്താണ് റിപ്പീറ്റ് സ്റ്റെപ്പ് 4 അൺടിൽ എൻഡ് പോയിൻറ്റ് റീച്ചസ് എത്ര വരെയാണ് നമുക്ക് കാണേണ്ടത് അത്ര വരെ നമ്മൾ എന്ത് ചെയ്യുക സ്റ്റെപ്പ് 4 റിപ്പീറ്റ് ചെയ്യാം ഓക്കെ ദെൻ ഫോർത്ത് സ്റ്റെപ്പ് എന്നാ ബേസ്ഡ് ഓൺ ദ വാല്യൂ ഓഫ് എം ദർ ആർ 3 കേസസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത 3 കേസസ് ഉണ്ട് നമ്മൾ എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു ദെൻ ആ വാല്യൂവിൻ്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് 3 കേസസ് ഉണ്ട് സോ ആ 3 കേസിന് നമ്മൾ എന്ത് ചെയ്യുക സോൾവ് ചെയ്യണം ഫസ്റ്റ് കേസ് എന്താണ് ഇഫ് എം അതാണ് സ്റ്റെപ്പ് 4.1 എന്ന് പറയുന്നത് എമ്മിൻ്റെ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ എക്സ് എന്ത് ചെയ്യും എക്സ് യൂണിറ്റ് ഇൻ്റർവെൽ വെച്ചിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യും വൈ എന്ത് ചെയ്യും വൈ ചേഞ്ചസ് വിത്ത് ഡീവിയേഷൻ വൈ ഡീവിയേഷൻ വെച്ചിട്ടേക്കും ചേഞ്ച് ചെയ്യാം സോ yk + 1ൻ്റെ വാല്യൂ എന്തായിരിക്കും yk + m ആയിരിക്കും yk + 1ൻ്റെ വാല്യൂ ദെൻ സ്റ്റെപ്പ് 4.1.3 ആണെങ്കിൽ കോൾ പുട്ട് പിക്സൽ റൗണ്ട് ഓഫ് നമ്മൾ എന്ത് ചെയ്യും നമുക്ക് കിട്ടിയ വാല്യൂ നമ്മൾ നേരത്തെ ജസ്റ്റ് ഇതിൻ്റെ ഇക്വേഷൻ പറയുമ്പോൾ നമ്മൾ കണ്ടില്ല അല്ലേ നമുക്കിപ്പോൾ 3.5 ആണ് വൈൻ്റെ വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ മീൻസ് yk + 1 കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും 3.5 ആണ് നമ്മളതിനെ 4 ആയിട്ട് റൗണ്ട് ചെയ്യും നമുക്ക് കിട്ടിയ വാല്യൂ ഒരു പോയിൻറ്റ് വാല്യൂ കിട്ടിയിട്ട് അതിനെ റൗണ്ട് ചെയ്ത് വെക്കുക ഓക്കെ രണ്ടിനും അതായത് എക്സ് കോർഡിനേറ്റിനും വൈ കോർഡിനേറ്റിനും ഒരു വാല്യൂ നമുക്ക് കിട്ടും ആ കിട്ടിയ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക റൗണ്ട് ചെയ്യാം പോയിൻറ്റ് വാല്യൂ വരുന്നുണ്ടെങ്കിൽ ഓക്കെ ആ സ്റ്റെപ്പ് 4.1 എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതിന് അതിനൊരു അൽഗോരിതമായിട്ട് എഴുതുന്നേ ഉള്ളൂ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് 4.2 ഇഫ് എം ഗ്രേറ്റർ ദാൻ 1 എം 1നെക്കാട്ടും ഗ്രേറ്റർ ആണെങ്കിൽ എന്താ വേണ്ടത് സ്റ്റെപ്പ് 4.2.1 എന്ന് പറയുമ്പോൾ എക്സ് അതായത് എം 1നെക്കാട്ടും ഗ്രേറ്റർ ആണെങ്കിൽ എക്സ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് എക്സ് ചേഞ്ചസ് വിത്ത് ഡീവിയേഷൻ ആയിരിക്കും സോ xk + 1ൻ്റെ ഇക്വേഷൻ എന്താണ് xk + 1/m ആയിരിക്കും ഓക്കെ വൈ യൂണിറ്റ് ഇൻ്റർവെൽ വെച്ചിട്ടേക്കും ചേഞ്ച് ചെയ്യാം ദെൻ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക അതിന് നമുക്ക് കിട്ടിയ എക്സ് കോർഡിനേറ്റിനും വൈ കോർഡിനേറ്റിനും റൗണ്ട് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് സ്റ്റെപ്പ് 4.3 നോക്കാം അതായത് തേർഡ് കേസ് എന്താ പറയുന്നത് വെച്ചാൽ ഇഫ് എം = 1 എമ്മിൻ്റെ വാല്യൂ 1നോട് ഈക്വൽ ആണെങ്കിൽ എക്സും യൂണിറ്റ് ഇൻ്റർവെൽ വെച്ചിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യും വൈയും യൂണിറ്റ് ഇൻ്റർവെൽ വെച്ചിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യും ഓക്കെ സോ അതുപോലെ തന്നെ ഇവിടെ കട്ടായിട്ടുണ്ട് കേട്ടോ സോറി സോ നമ്മൾ എന്ത് ചെയ്യും ലാസ്റ്റ് എക്സ് കോർഡിനേറ്റിനും വൈ കോർഡിനേറ്റിനും നമ്മൾ എന്ത് ചെയ്യണം റൗണ്ട് ചെയ്യാം ഓക്കെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റിനും നമ്മൾ റൗണ്ട് ചെയ്യണം ഓക്കെ ദെൻ ഒരു എക്സാമ്പിളാണ് ഉള്ളത് ജസ്റ്റ് നിങ്ങൾ ഈ ഒരു എക്സാമ്പിൾ ഈ പറഞ്ഞ അൽഗോരിതം വെച്ചിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുമോ നോക്കാം ഓക്കെ അതായത് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് x0 y0 എന്ന് പറയുന്നത് 10 തന്നിട്ടുണ്ട് എക്സിന് വാല്യൂ എൻഡ് പോയിൻറ്റിൻ്റെ വാല്യൂ 15ഉം 16ഉം തന്നിട്ടുണ്ട് സോ അതിന് ഇൻ്റർമീഡിയറ്റ് പോയിൻറ്റ്സ് നമ്മൾ ഈ അൽഗോരിതം വെച്ചിട്ട് അതായത് നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത ഇക്വേഷൻസ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കുക ഓക്കെ സോ അത് അസൈൻമെൻ്റ് ആയിട്ട് തരുന്നത് സോ എല്ലാവരും സോൾവ് ചെയ്യാൻ പറ്റും നോക്കുക കിട്ടിയിട്ടില്ല നമുക്ക് ഒരിക്കലും ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക് യു